ഇറാൻ അമേരിക്ക ഇസ്രായേലായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ ഏറ്റവും ഒരു നല്ലൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ആക്രമണത്തിൽ ഇറാന് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ടെക്നോളജി ആയുധവും എല്ലാ സംവിധാനവും ലോകത്തിൽ പണവും എല്ലാം ഉള്ള ഒരു ടീമാണ് അവരൊക്കെ. ഇറാൻ എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് ഉപരോധത്തിൽ കിടന്ന ഒരു രാജ്യം കൂടിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനും അമേരിക്കയുടേതായിട്ടുള്ള സഖ്യത്തിനും അല്ലെങ്കിൽ അമേരിക്കയുടേതായിട്ടുള്ള സംവിധാനങ്ങൾക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചേട്ടാ. കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള പരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏതൊരു മറ്റേ വിമാനഭേദ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ബില്യൺ കണക്കിന് ഡോളർ വിലയുള്ള സാധനങ്ങളെന്നാണ് പറയണത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും കാര്യമായിട്ട് തന്നെ നല്ലൊരു എന്താ പറയുക പരിക്ക് പറ്റിയിട്ടുണ്ട്. വലിയ സാമ്പത്തിക നഷ്ടം അമേരിക്കക്കൊക്കെ ഭീമമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അവർ സൈനികർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ നഷ്ടം, അതായത് ഉള്ളവൻ, അതായത് ഏറ്റവും ശക്തൻ, ഒരു ഒന്നുമില്ലാത്ത ഉപരോധത്തിലിട്ട രാജ്യത്തിനെ ആക്രമിക്കാൻ വന്നിട്ട് ഒന്നും പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് കീഴ്പ്പെടുത്തി പോകാനായിട്ട് വന്നപ്പോൾ ആ ഇറാൻ്റെ എന്താ പറയുക, ആ സൈനികരുടെ ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണബോധം, അവർക്ക് ആ രാജ്യത്തിനോടുള്ള കൂറ്, തിരിച്ചടി, പരിക്ക് കാര്യമായിട്ട് തന്നെ പറ്റിയിട്ടൊക്കെയുണ്ട്. പറ്റായിക്കൊന്നുമില്ല. അമേരിക്കക്കൊക്കെ എത്ര ബില്യണിലാന്നുള്ളത് ചിലപ്പോൾ ഇനി കണക്കുകളൊക്കെ വരുമ്പോൾ അറിയില്ല. എന്തായാലും വലിയൊരു ശതമാനം പൈസ അവരേക്കൊന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതൊന്നല്ല. ഇപ്പം ഇസ്രായേൽ അമേരിക്കയാണ്, ലോക പോലീസാണ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു അമേരിക്കയുടെ ശക്തി എന്താണെന്നുള്ളത്. ശക്തി കാണായികയൊന്നുമില്ല. വിയറ്റ്നാമിൽ, അഫ്ഗാനിസ്ഥാനിൽ, അങ്ങനെ പലയിടത്തും പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ല എന്നല്ല പറയണത്. സത്യത്തിൽ ഇവർക്ക് നല്ലൊരു ഇപ്പോൾ ഭൂമിയിലുള്ള നല്ല ശക്തിയായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കില്ല. ഒരു തരക്കേടില്ലാത്തൊരു രാജ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇവർക്ക് ഈ മിരട്ടലും ഈ പറ്റിക്കലും ഭീഷണിപ്പെടുത്തലും ഇങ്ങനത്തെ ഈ പരിപാടി അല്ലാതെ നേരെ യുദ്ധം ചെയ്തിട്ട് ഒരു തരക്കേടില്ലാത്തൊരു രാജ്യത്തിനെ തോൽപ്പിക്കാൻ പറ്റണതാണ് അമേരിക്കൻ ശക്തി എന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ? ഒരിക്കലും സാധിക്കില്ല. ഇങ്ങേറ്റം വേണ്ട നമ്മുടെ വടക്കൻ കൊറിയയോട് ഒരിക്കലും. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം തീരുമാനം എടുക്കാം. അമേരിക്കയ്ക്ക് വടക്കൻ കൊറിയയോട് പോയിട്ട് അതിനേക്കാളും താഴ്ന്ന ആയുധ സംവിധാനമുള്ള ഒരു രാജ്യത്തിനെ തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതാണോ ലോകത്തിൻ്റെ പോലീസ് അല്ലെങ്കിൽ ലോകശക്തി എന്നൊക്കെ പറയണത്? അപ്പോൾ ഈ ശക്തിയുള്ളവരെ പിന്നെ എന്താ പറയുക? എനിക്ക് അത് മനസ്സിലായില്ല. ഇതൊക്കെ ഊതി വീർപ്പിച്ച വെറും ബലൂൺ മാത്രമുള്ളോ? അവരെ കുറേ സംവിധാനങ്ങൾ കാണിക്കുന്നു. ഞങ്ങൾ ആന കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് B-2 വിമാനങ്ങൾ, അതുമാതിരി ആ ബോംബ് ഈ ബോംബ്, ഇത് സംഗതിക്ക് ഉണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞ് വാദിക്കാനൊന്നും ഇല്ല. പക്ഷേ ഇത് അതിൻ്റെ നിലപാടി കൂടെ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഒരുക്കാനുമുള്ള ആ ബോധമുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ സൈനിക നേതൃത്വമോ അല്ലെങ്കിൽ സൈനികരോ അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളത് ഇതോടുകൂടി തെളിയുന്നേ. ഇറാൻ്റെ അടുത്ത് ഇങ്ങനെയാണെങ്കിൽ നല്ലൊരു രാജ്യത്തിൻ്റെ അടുത്ത് പോയാൽ അമേരിക്ക ഇങ്ങനെ ഞളങ്ങി പോവും. ഒരു സംശയമില്ല കാര്യത്തിൽ.